ഇപ്പൊ ഈ ഗ്യാങ് തല്ലിപ്പിരിഞ്ഞത് തന്നെ 1.5 കോടി രൂപയുടെ ഒരു ഡീല്. 1.5 കോടിയാ? വെറുതെ അല്ല, തൊപ്പിയുമായി നടന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലുണ്ട്. അത് ഇവരുടെ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അവന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റൂല, രണ്ടും ഭ്രാന്തന്മാരാ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പരാതിയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് DCPയോടും DGPയോടും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ നിന്ന് ജനിച്ചു. ഇവനൊക്കെ പക്കാ ഫ്രോഡാ. അതായത് ഈ 1.5 കോടി രൂപ തൊപ്പിക്ക് കിട്ടുന്നു, പക്ഷെ ഒരു 2000 രൂപ ചോദിക്കുമ്പോൾ പോലും തങ്ങൾക്ക് തരുന്നില്ല. കിട്ടിയേ തീരൂ. താവഴിപ്രകാരമാണോ തന്തവഴിപ്രകാരമാണോ ഞങ്ങൾ തീരുമാനിച്ചോളൂ. എനിക്ക് സ്വന്തമായി തീരുമാനിക്കാനല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളത്. എന്നാ നീ കോടതി പോയി മേടിക്കുന്ന തെണ്ടി. ഞങ്ങളെ അടിമകളെ പോലെയാണ് ആ ചുമരുകൾക്കുള്ളിൽ കാണുന്നത്. ഇവരുടെ ഈ തൊപ്പിയുടെ അടിവസ്ത്രം പോലും അലക്കേണ്ടി വരുന്ന ഗതികേടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. വേർതിരിവ് അവിടെയുണ്ട്. ഒരു ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് ലേബർ അവിടെ നടക്കുന്നുണ്ട്. അതായത് ചെയ്യണം എന്നുള്ളത്. ഫിസിക്കൽ അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. നിർബന്ധിച്ച് ഈ പറയുന്ന മറ്റാളുകൾക്ക്, ഇവരുടെ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന നാർക്കോട്ടിക് സബ്സ്റ്റൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നീയോട്ടല്ല, നീ എനിക്ക് പറക്കാതെ പോയ മോന കേട്ടോടാ, കൊള്ള നായിന്റെ മോനെ. തൊപ്പി ഇത്രയധികം ഇവരെ ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇവർക്ക് ഇതിനു മുമ്പേ പറയാമായിരുന്നു, അല്ലെ? അപ്പൊ ഇവരും കൂടി ചേർന്നിട്ടായിരിക്കും അപ്പൊ നമ്മൾ തൊപ്പിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൽ കാര്യമുണ്ടോ? ഇല്ല, ഞാൻ ടാർഗറ്റ് ചെയ്യുന്നേ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഞാൻ പറയട്ടെ, ഒന്നുകിൽ ഈ ആരോപണങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ബാക്കിംഗ് നമ്മുടെ കൈവശം വേണം. എന്റെ ഈശോയെ, ഇതെന്തൊരു പരീക്ഷണാണ്. ഇനി ഒരു താക്കിയതും കൂടി താങ്ങാനുള്ള കഴിവില്ലാത്തോണ്ട് പറയാണ്. എന്റെ പൊന്ന് രാമേന്ദ്രൻ, നീ ഒന്ന് ഇവിടെ പോയി തരൂ. ഈ 1.5 കോടി നിഹാദിന് വരുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നു. അതിലൊരു പങ്ക് ഇവർ ചോദിക്കുന്നു. കാരണം ഈ ഗ്യാങ്ങിനെ ഇത്രയും ഒരു എക്സ്പ്ലോഷർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന മറ്റ് ഗ്യാങ്ങിൽ മറ്റാളുകൾ, ഈ മമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നപ്പോഴാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് ഈ 1.5 കോടിയുടെ ഒരു ഭാഗം വേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ആ ആവശ്യം ഒരു ഘട്ടത്തിൽ ഉന്നയിക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത നേരത്തെ ഇവരിൽ ഉണ്ടായത് കൊണ്ടാണ് ഇവരിതിനൊക്കെ തെളിവുകൾ എടുത്തു വെച്ചിട്ടുള്ളത്. പാല് കൊടുത്ത് വളർത്തിയ കൈക്കെന്നെ കൊത്തി. വാല്യന്തരായാലും കൂലിയാണല്ലോ പ്രധാനം. അതിന്റെ ഈ ഗഞ്ചയുടെ വിഷ്വലാണെങ്കിലും, ഇവർ പറയുന്ന ഗേൾഫ്രണ്ടിന്റെ കൂടെ ഉള്ള വിഷ്വലാണെന്നുണ്ടെങ്കിലും, ഈ പറയുന്ന ഇയാൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പുറകിൽ നിന്നെടുത്തിട്ടുള്ള സ്പൈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ അങ്ങനെ ഒരു അറിവുണ്ട്. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ചെയ്യേണ്ടി വരും. യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നൊന്നില്ല മിസ്റ്റർ ശിവൻ, തന്ത്രങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാം എന്നുള്ള ഒരു ചിന്ത ഇവരിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ബ്ലാക്ക് മെയിലിംഗ് പോലും നടക്കാത്തപ്പോൾ പൊതു മധ്യത്തിൽ വന്നിട്ട് ഇവർ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അവന് എന്നെ കുറിച്ച് അറിയുന്ന വേറെ രഹസ്യങ്ങൾ പറഞ്ഞ എന്റെ ഫാമിലി ലൈഫ്. കേസ് കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ വകുപ്പുകളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? അല്ല, നമുക്കിപ്പം പ്രത്യേകിച്ച് ഇന്ന വകുപ്പ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും BNS-ല് ഇനിയിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്സിനിറ്റി, അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലൊരു ഓൺലൈൻ ഒബ്സിനിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നു. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. നിനക്കിത് വേണം. ഓൺലൈൻ ന്യൂഡിറ്റി, അതുപോലെ ഈ ഇത് കഴിഞ്ഞില്ലേ, പോക്സോയുമായി ബന്ധപ്പെട്ടിട്ട് മൈനേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷുവാലിറ്റിയെ കുറിച്ച് വളരെ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഈ BNS-ൽ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള വകുപ്പുകളുണ്ട്. ഇപ്പം 294, 296 ഇതൊക്കെ ഒബ്സിനിറ്റി ഓൺലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറ്റകരമാക്കുന്ന വകുപ്പുകളാണ്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയില് പറഞ്ഞ പോലെ. അതായത് 294-ഉം 296-ഉം BNS ഒക്കെ. ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ആദ്യത്തെ കുറ്റകൃത്യത്തിന് 2 വർഷം തടവും പിഴയുമാണ് ഈ 294-ഉം 296 ഒക്കെ വിഭാവനം ചെയ്തത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? കേസ് ഇവിടെ നിൽക്കുന്ന ലക്ഷണമില്ല. ഒരു റിപ്പീറ്റഡ് ഒഫൻസിന്, അതേ ഒഫൻസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം തടവും കൂടുതൽ പിഴയിലേക്കും പോകും. അത് നോൺ ബെയിലബിൾ ഒഫൻസിലേക്കൊക്കെ പോകും. അതുപോലെ തന്നെ IT ആക്ടില് ഈ 66A സുപ്രീം കോടതി എടുത്ത് കളഞ്ഞെങ്കിൽ പോലും 67 ഉണ്ട്, 67A ഉണ്ട്, 67B ഉണ്ട്. എന്തിനാടാ എന്നെ കൊല്ലാനായി കാലനായിട്ട് അവതരിച്ചിരിക്കുന്നത്?
ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീകളെ മോശമാക്കി അവരുടെ മൊഡസ്റ്റിയെ സ്ത്രീത്വത്തെ മോശമാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നതിനുള്ള പിന്നെ കടുത്ത ശിക്ഷയുള്ള പിന്നെ പ്രത്യേക സ്റ്റാറ്റ്യൂട്ട് നിയമം തന്നെയുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോക്സോ നിയമമുണ്ട്. ഒരു പ്രൊവിഷനിൽ പോലും അത് ജാമ്യം കിട്ടുന്ന പിന്നെ കേസല്ല. നിനക്ക് ഈ മമ്മു എന്ന് പറയുന്ന ആളുടെ ഒരു കേസിൽ അപ്പൊ ഈ പ്രായപൂർത്തിയാകാത്ത ഘട്ടത്തിൽ വന്ന സമയത്ത് ഒരു കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കി എന്നുള്ള ഒരു വിഷയം, അതായത് ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ തെണ്ടി. പുള്ളി അത് വളരെ വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. പക്ഷെ ഭയങ്കര ഫണ്ണായിട്ടാണ് പറയണത്. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ. അന്ന് എനിക്ക് തോന്നുന്നു അത് ആ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആങ്കറും വലിയ രീതിയിൽ ഒരു വളരെ കാഷ്വലായി ചിരിച്ചുകൊണ്ട് ഇതെടുത്ത സമയത്ത് അല്ലെ ഒരു വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യം. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ? ഈ ഒരു ക്രൈമിനെ കുറിച്ച് താൻ ചെയ്ത ഒരു ക്രൈമിനെ കുറിച്ചാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, പിന്നെ അതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് പറയുന്നത്. ഞാനൊരു നഗ്ന സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. പുള്ളിയും ഈ പറഞ്ഞ പോലെ നിഹാദിനെ പോലെ അത്രയും പിന്നെ എന്താണ് ബുദ്ധിശൂന്യതയുള്ള ഒരാളൊന്നുമല്ല. മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലും ഒക്കെ മൈനർ ആയിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഒരു ആക്ടിനെ കുറിച്ചാണ് പുള്ളി, ക്രിമിനൽ ആക്ടിനെ കുറിച്ചാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു, ഭയങ്കര ടൈപ്പാ, വലിയ സമയം പിടിക്കില്ല. അപ്പം അതിനെതിരെ പോയപ്പോൾ പോലും ഞങ്ങൾ ഈ കുട്ടികളെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ തലമുറ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട്